ബയോളജി ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെൻഡർ, സെക്സ് എന്നീ വിഷയങ്ങളിൽ ഇന്നിൻ്റെ മൂല്യച്യുതികളെ കൃത്യമായിട്ട് വിമർശിക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ പഠനങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലും നമ്മൾ നടത്തുന്നത്. സർ, പോപ്പ് ഫ്രാൻസിസ് ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു. അപ്പോൾ ടെസ നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രബോധനം ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇത് 2015 അദ്ദേഹം പ്യൂട്ടറിക്കോയിലെ ബിഷപ്പുമാരോട് സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടിയുടെ മകുടമായ മനുഷ്യരിലെ സ്ത്രീയും പുരുഷനുമായുള്ള റെസിപ്രോസിറ്റി, പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന ആ ബന്ധത്തെ കൂടുതൽ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു സമൂഹത്തിൻ്റെ പേരിലാണ് ജെൻഡർ ഐഡിയോളജി വെല്ലുവിളിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരിക്കലും ഒപ്പോസിഷനോ അല്ലെങ്കിൽ അടിമത്തത്തിനോ കീഴടക്കലിനോ വേണ്ടിയല്ല, മറിച്ച് കൂട്ടായ്മയ്ക്കും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലുമുള്ള സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയ്ക്കും വേണ്ടിയാണ്. ഒരു 2 സെന്റൻസിൽ ഫ്രാൻസിസ് മാപ്പാപ്പ ഇന്നത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതുപോലെ തന്നെ ഇപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നും കൂടെ എടുത്ത് ആഴമായിട്ട് അതങ്ങ് ഉറപ്പിച്ച് പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലാകാലങ്ങളിൽ സഭയിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് സഭയുടെ ബോധ്യങ്ങളും പഠനങ്ങളും പിതാക്കന്മാർ പഠിപ്പിക്കുന്നതിന് വലിയ മാറ്റമില്ല. സെയിം കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ അത് കാലാകാലങ്ങളിൽ വിവിധ രൂപത്തിൽ അത് കൂടുതൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പോപ്പ് ഫ്രാൻസിസിന് അത് പരിശുദ്ധാത്മാവിന്റെ ഒരു നയിക്കപ്പെടൽ തീർച്ചയായിട്ടും അതാണല്ലോ സഭ. ഒന്നൊന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യാതെ തന്നെയാണ് പോകുന്നതെന്ന്. അങ്ങനെ തന്നെ അതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമായിട്ട് നോക്കുമ്പോഴേ പല കാര്യങ്ങളും ഇന്ന് അന്നത്തെ കാലഘട്ടം പോലെ അല്ലല്ലോ, ഇന്ന് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടതല്ലേ എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് സഭ മുന്നോട്ട് പോകുന്നത്. അത് മാർപ്പാപ്പമാരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു എന്നുള്ളതേ. അപ്പോൾ വീണ്ടും അദ്ദേഹം ഇതിനെക്കുറിച്ച് തുടർന്ന് പറയുമ്പോഴേ, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരിക്കലും ഒരു അടിമത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ്റെയോ കീഴടക്കലിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതാണ് ശരിക്കും അദ്ദേഹം അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഫെമിനിസത്തെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ടോട്ടലി അബോളിഷ് ചെയ്ത് കളഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്ത് ഈക്വലായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കൊണ്ടുവരാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്ന പല വേവ്സും നമ്മൾ ഫെമിനിസത്തിൽ കണ്ടു. അതുപോലെ തന്നെ ജെൻഡർ ഐഡിയോളജിയും പല ഫെമിനിസ്റ്റ് ഐഡിയകളും എടുത്തിട്ടാണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇല്ലായ്മ ചെയ്യുക. അതൊരു ബയോളജിക്കൽ ആസ്പെക്റ്റ്, അതവിടെ കിടക്കട്ടെ. ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ നിശ്ചയിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഫ്രാൻസിസ് പറയുന്നത്, ഇത് ശരിക്കും ഇത് പരസ്പരമുള്ള കൂട്ടായ്മയ്ക്കും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മളെ ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുവാനും വേണ്ടിയിട്ടാണ്. അതാണ് ഫോർ ലവ് ആൻഡ് ഫോർ പ്രൊക്രിയേഷൻ. അതിനാണ് നമ്മളെ യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഏത് വിവാഹത്തിനുമുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് സാക്രമെൻ്റൽ മാരേജിനുണ്ട് എന്ന് പറയുന്നത്. സാർ, ശരിക്കും ഒരു കുടുംബത്തിൽ ഇപ്പം ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞു വെച്ചിട്ട് കാര്യമാണ്, ഇതൊരു കീഴ്പ്പെടുത്തലിൻ്റെ ഇതല്ല. ശരിക്കും എനിക്കൊന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ എടുത്തു പറയുന്ന ഒരു കാര്യം, സ്ത്രീകൾ അവർക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പുരുഷന്റെ കീഴിൽ സ്ത്രീ കിടക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ പുരുഷന് കീഴിലാണ് സ്ത്രീ എന്നുള്ളൊരു ധാരണ പല പെൺകുട്ടികൾക്കിടയിലും ഇന്ന് ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലരും വിവാഹത്തെ എതിർക്കുന്നുണ്ട് ശക്തമായിട്ട്. കാരണം അവർക്ക് വിവാഹത്തോടൊരു താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇന്നത്തെ ഒരു കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ,
ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഐഡിയോളജി പറയുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ ഓരോ കുടുംബത്തിലെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവ രീതികൾക്കനുസരിച്ചല്ലേ ഈ ഒരു എന്താ പറയുക ഫ്രീഡം ഇല്ലായ്മ എന്ന് വെച്ചാൽ മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട്, ഫീമെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഫാമിലീസും ഇല്ലേ? അപ്പം ശരിക്കും ഇതൊരു സ്വഭാവ പ്രത്യേകതയല്ലേ, അതല്ലാതെ ഇങ്ങനെ ഒരു ജെൻഡർ ഒരു പ്രശ്നമല്ലല്ലോ ശരിക്കും. ജെൻഡർ പ്രശ്നമല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോയിന്റ് ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അതായത് നിങ്ങൾ രണ്ടും പറഞ്ഞത് ഈ സ്ത്രീ പുരുഷ മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരാളെ ഭരിക്കാനുള്ള പ്രവണത ഇതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ശരിക്കും തെറ്റായ ഐഡിയോളജിയുടെ ബേസിസിലാണ് അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലേ. വളരെ വ്യക്തമായിട്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കണ്ടത് ഇതാണ്. ഇത് കോംപ്ലിമെൻ്ററി ഫങ്ഷനാണ്. സ്ത്രീക്കും പുരുഷനും ആ റോള് കോംപ്ലിമെൻ്ററി റോളാണ് വിവാഹത്തിലുള്ളത്. അത് പൗലോസ് ലീഗയും എഫെസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു എപ്പിസോഡ് നമ്മളെ ആദ്യത്തെ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത്. സ്ത്രീകളോട് പുരുഷന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ ജനറലായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ പല ഐഡിയോളജികളും പല കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം പൊതുവേ നമ്മൾ കാണുന്നത് സ്ത്രീയും പുരുഷനും അവർ ഈക്വലാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഐഡിയോളജികൾ, ഈ ഫെമിനിസത്തിൻ്റെ പല വേവുകൾ, അത് ഒരാൾ ഫെമിനിസ്റ്റ് ആകണമെന്നില്ല ഈ ഐഡിയോളജി സ്വീകരിക്കണമല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചോണം. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ ഞാൻ ഫെമിനിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും എനിക്കങ്ങനെ തോന്നുന്നല്ലോ. ആകണമെന്നില്ല. നമ്മൾ ഇൻഫ്ലുവൻസ് ആകുന്നത് കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൂടെയും ഒക്കെയാണ് കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആകുന്നത്. അപ്പോൾ അവരിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകൾ, നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദെയർ നോളജ്. അവർക്ക് അല്പം നോളജുകൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഐഡിയോളജിയുടെ പുറകെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തിൽ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വിവാഹ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും ഡിഫറെൻ്റ് റോളാണ്. അത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഒപ്പോസ് ചെയ്യാനുള്ളതല്ല. പോപ്പ് ഫ്രാൻസിസ് അതാ ഇവിടെ പറയുന്നത്. പരസ്പരം ഒപ്പോസ് ചെയ്യാനുള്ള റോളല്ല, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ കീഴ്പ്പെടുത്താനോ വേറൊരാളെ ഡോമിനേറ്റ് ചെയ്യാനോ ഉള്ള റോളല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളായിട്ടുള്ള റോള്. അപ്പോൾ ഈ പരസ്പര പൂരകങ്ങളായിട്ടുള്ള റോള് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മനോഹരമായ കൊച്ചു സ്വർഗം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്ത്രീയെയും പുരുഷനെയും ഡിസൈൻ ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്റ്റ് എല്ലാ രീതിയിലും അത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ശാരീരികമായ ഡിഫറൻസ് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് വീണ്ടും പറയുന്നതിൻ്റെ കാരണം നമ്മൾ അറിയാതെ ചില ഐഡിയോളജി നമ്മുടെ തലയിൽ വന്നിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവരുടെ ഡിഗ്നിറ്റി സെയിമാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകേണ്ടവരാണ്. ഒരാൾ മുകളിൽ ഒരാൾ താഴെ, ഇങ്ങനെ മേൽക്കോയ്മ കീഴ്ക്കോയ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കേണ്ടവരല്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് there are anthropological differences, psychological differences, even biological differences നമ്മുടെ സയൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഡിഫറൻസസ്, ഇമോഷണൽ ഡിഫറൻസസ്, സ്പിരിച്വൽ ഡിഫറൻസസ്. അപ്പോൾ ഈ ഡിഫറൻസസ് ഒക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാനോ ഒരാൾ വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ളതല്ല. പിന്നെയോ ഒരാൾക്കില്ലാത്തത് അടുത്ത ആൾക്കുള്ളപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ വലിയ പൂർണ്ണതയിലേക്ക് അത് പ്രാപിക്കുന്ന ആ കുടുംബജീവിതം മനോഹരമായി തീരുന്നത്. അത് തന്നെയല്ലേ സാർ ആ വിവാഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നതും അത് തന്നെ. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ, ഇപ്പം നിങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, അത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ അതിന് എനിക്കെന്താ അങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരാൾ വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നത്.
ശരിക്കും അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ്, പുരുഷനാണേലും സ്ത്രീയാണേലും. എന്നിട്ട് ടെസ പറഞ്ഞത് വളരെ സത്യമാണ്. പല കുടുംബങ്ങളിലും പലരുടെയും ഷെയറിങ് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നാറുണ്ട് കാലം നേരെ തിരിഞ്ഞു വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം പണ്ട് ടെസ പറഞ്ഞതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് പറയാം. പണ്ട് കുടുംബങ്ങളിൽ പുരുഷന്മാർ ലീഡിങ് റോൾ എടുത്തിരുന്നു പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവരൊരു ഡോമിനേറ്റിംഗ് റോൾ എടുത്തിരുന്നു. ദാറ്റ് ഈസ് ബൈ നേച്ചർ. അത് ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവുമ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ രീതിയും അങ്ങനെ രീതിയും അതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴ് ഈ ഐഡിയോളജിയുടെയും ഈ പുറത്ത് കാണുന്ന ഇതുപോലുള്ള പല ആശയങ്ങളുടെയും പ്രസരിപ്പ് കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഫലമായി ഇപ്പോൾ സ്ത്രീകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അവർ പല റോളുകളും ഇത് എല്ലായിടത്തും നടക്കുന്നോ കോമൺ ആണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. തെറ്റാണെന്നും നമ്മൾ പറയുന്നുണ്ട്. അല്ലാതെ ടെസ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് അല്പം ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ റീൽസും അല്ലെങ്കിൽ പല സിനിമകളൊക്കെ എടുത്തു നോക്കിയാലും അത് തന്നെയാണ്. ഒരു കാലത്ത് ആണുങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ റീൽസ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും കാണിക്കുന്നത് ഭർത്താക്കന്മാർ വീട്ടിൽ ഇരുന്നാൽ മതി, സ്ത്രീകൾ പണിക്ക് പോകാം, ആ ഒരു രീതിയിലേക്ക് പല സോഷ്യൽ ഓരോ കാലഘട്ടത്തിന്റെ ഒരു തുറന്നു കാണിക്കൽ നമുക്ക് അന്നത്തെ സിനിമകളിലൊക്കെ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പുതിയ രീതി നമുക്കിപ്പോ സിനിമയിലും കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങളല്ലേ ഈ സിനിമയിലും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതല്ല നമ്മുടെ മെയിൻ വിഷയം. നമ്മുടെ മെയിൻ വിഷയം ഇതാണ്. ഇത് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇത് പരസ്പരം ഈ കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്, ഒരാൾക്കില്ലാത്തത് വേറൊരാൾക്ക് കൊടുത്തിരിക്കുന്നത്, പരസ്പരം ഒരാൾ വേറൊരാളെ കീഴ്പ്പെടുത്താനല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ളതല്ല, ഒപ്പോസ് ചെയ്യാനുള്ളതല്ല, അത് ഒരുമിച്ച് അവരൊരു കൊച്ചു കുടുംബം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഭാവനയിലുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ ഇത് തുടരുകയാണ്. പോപ്പ് ഫ്രാൻസിസിൻ്റെ പഠനം 2015 മാർച്ച് 23 നേപ്പിൾസിൽ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. അദ്ദേഹം നേപ്പിൾസിൽ അഡ്രസ്സ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുടുംബങ്ങളിലെ പ്രതിസന്ധികളെല്ലാം സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്. വൈദേശികമായ പല ഐഡിയോളജികളും അതിനനുസൃതമായ ഐഡിയോളജിക്കൽ കോളനൈസേഷനും യൂറോപ്പിലെ പല കുടുംബങ്ങളിലും കടന്നുകൂടി കഴിഞ്ഞു. ആശയതലത്തിൽ നുഴഞ്ഞു കയറിയ ആ തെറ്റ് അദ്ദേഹം അവിടെ ബ്രാക്കറ്റിൽ ഇടുന്നു. ജെൻഡർ ഐഡിയോളജി ഇന്നും മനുഷ്യ മനസ്സുകളിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധികളെല്ലാം നമ്മുടെ പുറമെ നമുക്ക് സമൂഹത്തിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ കാണുന്നത് അത് നേരെ തിരിച്ചും 2 എഫക്റ്റാണ് അതിനുള്ളത്. ഇത് അവിടെയും കാണാം, അത് ഇവിടെയും കാണാം. അവിടുന്ന് ഇങ്ങോട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുടുംബത്തിലുള്ളവരാണ് ഈ പുറത്ത് സൊസൈറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ സെയിം നേച്ചറാണ് അവിടെയും അവർ എക്സിബിറ്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ ഇത് 2015 അദ്ദേഹം വളരെ ശക്തമായിട്ട് ജെൻഡർ ഐഡിയോളജിയെ അദ്ദേഹം എതിർത്തുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് പല കുടുംബങ്ങളിൽ ഇത് ഞൊഴിഞ്ഞു കയറിയിട്ടുണ്ട്. ഇതൊരു അബദ്ധ ഐഡിയോളജിയാണ് എന്ന് തന്നെ. സഭയുടെ ഏറ്റവും ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണല്ലോ. അപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വരുന്ന ഒരു തെറ്റിനെ വളരെ നിശിതമായിട്ട് തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ. അതുപോലെ തന്നെ നമ്മൾ പറയല്ലോ, ഈ കുടുംബങ്ങൾ നന്നായ സമൂഹം നന്നാവുന്നു. പിന്നെ കുടുംബം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ പോപ്പ് ഫ്രാൻസിസിൻ്റെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലേക്ക് ഞാൻ വിടുകയാണ്. അദ്ദേഹം മലിനയിലെ കുടുംബങ്ങളുമായൊരു കൂടിക്കാഴ്ച നടത്തി 2015 ജനുവരി 16. അദ്ദേഹം അന്ന് ആ കുടുംബങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ നവ്യമായ ഐഡിയോളജികളാൽ ഇത്തരം കൊളനൈസേഷനെതിരെ നമുക്ക് ജാഗ്രത പാലിക്കണം. അദ്ദേഹം ഈ പുതിയ ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: കുടുംബ അസ്തിത്വത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ്റെ പല രൂപങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറയുന്നതിനകത്ത് വളരെ മീനിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ
ആയി മാറുന്നതെന്നുള്ളത് അത് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയായിരുന്നു. അപ്പോൾ ഇത് കുടുംബത്തോട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് ഇതാണ്: കുടുംബങ്ങളെ നിങ്ങൾ ജാഗ്രത പ്രാപിക്കുക, കുടുംബങ്ങളെ നിങ്ങൾ ജാഗ്രത പാലിക്കുക. കാരണം കുടുംബത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഇതുപോലെയുള്ള ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇത് 2015 ഒരു 9 വർഷം മുമ്പ് അദ്ദേഹം അവിടെയുള്ള കുടുംബങ്ങളോട് പറഞ്ഞതാണ്. ഇന്ന് നമ്മളൊക്കെ ഇതിൻ്റെ പലതരത്തിലുള്ള ഇരകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഈ ഐഡിയോളജിക്കൽ കോളനൈസേഷൻ്റെ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പേരൻസിനോട് അല്ലെങ്കിൽ അധ്യാപകരോട് പറയാനുള്ള ഒരു പ്രത്യേക മെസ്സേജ് ഇതാണ്: സഭയുടെ പഠനപ്രകാരം നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട ഏത് തലമാണെങ്കിലും അവിടെയെല്ലാം ഇതിനെ ശക്തമായി ഇതിൻ്റെ തിന്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വ്യക്തികളെ അല്ല എതിർക്കുന്നത്, വീണ്ടും ഞാൻ നിങ്ങളോടത് പറയുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ആശയങ്ങൾ കൊണ്ട് വരുന്ന വ്യക്തികളല്ല നമ്മുടെ ശത്രുക്കൾ, അവരെ അല്ല നമ്മൾ എതിർക്കുന്നത്. നമ്മൾ ഈ ആശയത്തെ, ഈ ഐഡിയോളജിയെ, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ഐഡിയോളജി എങ്ങനെ വന്നു എന്നാണ് നമ്മുടെ ഈ എപ്പിസോഡുകളിലെല്ലാം കഴിഞ്ഞ പല എപ്പിസോഡുകളിലും നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു ജാഗ്രതയാണ്. ഈ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെയാണ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻഡിവിജ്വലായിട്ടും കൂട്ടമായിട്ടും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ട വലിയ ആവശ്യമാണ്. സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 2015 എന്നൊക്കെ പറയുമ്പോൾ ശരിയാ, ഒരു 9 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. അന്ന് നമ്മൾ ഇതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. കാര്യം കേരളത്തിലൊരവസ്ഥ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അത്രയും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ന് പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ട പല കാര്യങ്ങളും ഇന്ന് നമ്മൾ നമ്മുടെ കൺമുന്നിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തു. ഒരു 1-2 എക്സാമ്പിൾ പറയാമോ? കാരണം നമുക്ക് ഓഡിയൻസിന് ഇത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ മതി, നമ്മുടെ ഒബ്സർവേഷനാണിത്, നമ്മളിത് ഒതൻറ്റിക്കായിട്ടൊന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ 1-2 നമ്മുടെ നാട്ടിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാകാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം. വളരെ തമാശയോടെ ഞാൻ പറയാവുന്നൊരു കാര്യം, പ്രൈഡ് ഫ്ലാഗ്, നമ്മൾ റെയിൻബോ ഇതിലുള്ള ഫ്ലാഗ്, അത് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ അത് വളരെ റീസെൻ്റ്ലി ആണ് നമ്മൾ ഈ നാട്ടിൽ അതിനെ കൂടുതലൊരിത് കണ്ടു തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബിൽഡിങ്ങിൽ ഇത് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് നമ്മുടെ സഹകരണ ബാങ്കിനും ഈ റെയിൻബോ നിറമുള്ള പതാക തന്നെയാണുള്ളത്. അതാണ്. പക്ഷെ നമുക്ക് തലയിലുള്ളത് ഓക്കെ, ഇത് പ്രൈഡ് ഫ്ലാഗ് ആണ്, അതിപ്പം കേരളത്തിൽ വന്ന സ്ഥിതിക്ക് അത് ഇവിടെ ഉണ്ടാവണമല്ലോ. അത് ഈ സഹകരണ ബാങ്കിന്റെ ഒരു പതാകയാണതെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ അതിൽ കൂടുതൽ നമുക്കറിയാം ഇത് മറ്റൊരു വിഭാഗം ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഗ് ആണ്. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഷോൺ, എന്തെങ്കിലും നിങ്ങളുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ, അത് ജനറലായിട്ട് പറയാം, നമ്മൾ സ്പെസിഫിക് ആയിട്ടൊന്നും പറയണ്ട, എന്താണ് തോന്നുന്നത്? സോ നമുക്കറിയാം, ഇപ്പം ഞാൻ അധികം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാം യൂസ് അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ശരിക്കും ഒരു ആണാണ് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക വ്യക്തിയാണ്. അപ്പം പുള്ളി ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി നോർമലായിട്ട് പുരുഷന്മാർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് ഒക്കെ ഇട്ട് കഴിയുമ്പം ഒരു സ്ത്രീയുടെ രീതിയിലാണ് ശരീരഭാവവും പ്രകടനവും സംസാരവും ഇല്ല. കാരണം അത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവർ ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ സ്വയം വ്യക്തിത്വം മറന്ന് എന്തൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരു ഫേമസ് ആവാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടി തയ്യാറായ ഒരു സമൂഹമാണ്. അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ പ്രൈഡ് ഫ്ലാഗിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അതിന്റെ അർത്ഥം ശരിക്കും ഒരു പ്രൈഡ് ഫ്ലാഗ് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അറിയത്തില്ലാത്ത കുറെ കുട്ടികളുണ്ട്. അതായത് ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്ത് വരുന്ന പിള്ളേരുണ്ട്. അപ്പം അവരുടെയൊക്കെ അക്കൗണ്ട് പ്രൊഫൈലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാം
അവര് വളരെ അലങ്കാരത്തോടു കൂടിയാണ് ഈ പ്രൈഡ് ഫ്ലാഗ് ഒക്കെ അവരുടെ അക്കൗണ്ടിൽ ഇട്ടേക്കുന്നത്. പക്ഷെ അവർക്ക് ശരിക്കും അതിന്റെ അർത്ഥം പോലും അറിയാതെയാണ്. ഈ നമ്മുടെ എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൈഡ് ഫ്ലാഗും ബൈബിളിൽ കാണുന്ന മഴവില്ലും തമ്മിലുള്ള ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് കാണും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക. അതിന് ഒരുപാട് കമന്റുകളൊക്കെ കാണാം, നമുക്ക് മഴവില്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വിടുന്നത്. പക്ഷെ അതിന്റെ അടിയിലും വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ, ഇത് മറ്റേതാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റുകളും നമുക്ക് കാണാം. പക്ഷെ അതിനൊന്നും അർത്ഥം അറിയാതെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അത് വളരെയധികം തള്ളിക്കയറി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ഇഷ്യൂ മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും നോക്കും. ഞാൻ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ധാരാളം പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കോൺഫറൻസുകളും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളും ക്ലാസ്സുകൾ എടുക്കുകയും ധ്യാനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇന്ത്യയുടെ പല സിറ്റികളിലും ഇന്ന് ലിവിങ് ടുഗദർ അല്ലെ കോഹാബിറ്റേഷൻ ഒരു നോർമൽ കാര്യമായിട്ട് മാറിയിരിക്കുക. നോർമൽ കാര്യം. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഈ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഈ ലിവിങ് ടുഗദർ ചില സിറ്റികളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ PG ഹോംസിൽ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ടുഗദർ അലൗഡ് എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇന്ന് PG ഹോമിൽ ആളുകളുള്ളൂ ഒരു രീതിയിൽ പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് അതങ്ങ് മാറിയിരിക്കുക. പല ഓഫീസിന്റെയും വെൻഡിങ് മെഷീനിൽ നമുക്ക് കോണ്ടംസ് കിട്ടാൻ തുടങ്ങി. അത് വളരെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് പറഞ്ഞു ഇവൻ ഒരു സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ടീച്ചർ കണ്ടെത്തിയെന്ന്. അപ്പോൾ ഇതൊക്കെ കോമൺ, അതൊന്നുമല്ല നമ്മുടെ മെയിൻ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ ഐഡിയോളജിയുടെ കൊളനൈസേഷൻ വളരെ ശക്തമായിട്ട് നമ്മളുടെ എല്ലാ തലങ്ങളിലും, കേരളമാകട്ടെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സിറ്റികളാകട്ടെ, എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ ഒരുപാട് തെറ്റായ വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിലാണ്. ഒരു പക്ഷേ പ്രായമുള്ളവർക്ക് അല്ലെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അറിവുണ്ടാകണമെന്നില്ല. കാരണം അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യമെല്ലാം ഇതുപോലെ മാതാപിതാക്കളോട് പറയണമെന്നില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവ് ആകണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് യുവജനങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും. അത് ഈ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു സമയമായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നിർത്തിക്കോ. ഓക്കെ, എന്നാൽ വൈൻഡ് അപ്പ് ചെയ്തോ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പം ഷോൺ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കർത്താവായ ഈശോയെ, ഇന്നീ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിനെയെല്ലാം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈ ഒരു സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന എല്ലാ തിന്മകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചതിയുടെ, വഞ്ചനയുടെ ഒരു വൻകുഴി ഞങ്ങൾക്ക് മുൻപിൽ നിൽക്കുകയാണ്. അതിനെയെല്ലാം മറികടന്ന് അങ്ങേ സവിധത്തിലേക്ക് എത്താൻ, അങ്ങയെ സ്നേഹിക്കാൻ, ആ ഒരു നിത്യസൗഭാഗ്യത്തിലേക്ക് എത്താൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ എവിടെയൊക്കെ ചെന്നോ, എവിടെയൊക്കെ സംസാരിച്ചോ, അവിടെയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: ഫാമിലി, നിങ്ങളുടെ കുടുംബം. ജാഗ്രതയോടെ ആയിരിക്കുക അതിനെ നശിപ്പിക്കാൻ വരുന്ന എല്ലാത്തിനോടും. ജാഗ്രതയോടെ ഇരിക്കുക, സൂക്ഷ്മമായി നിരീക്ഷിക്കുക, എന്നിട്ട് വേണ്ടാത്തതിനെ പറിച്ചു കളയുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. യൂത്തും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാവരും ഒന്നു ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കുക. ജാഗ്രതയോടെ നമ്മുടെ കുടുംബങ്ങളെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.